ഹലോ ഫ്രണ്ട്സ്, ലോട്ടസ് നാട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് രാവിലെ ഗീവ് അവേ ഗിഫ്റ്റ് വാങ്ങിക്കാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് ഷോപ്പിലേക്ക് പോവാം. ഞങ്ങളുടെ തന്നെ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. റംദാൻ അടുത്ത് ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ. എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 120-ക്കുള്ളിലാണ്. ഉണ്ട് പെർഫ്യൂമിൻ്റെ തന്നെ നല്ല അടിപൊളി ഒരു സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം എനിക്കുള്ള എല്ലാ സാധനവും കൊണ്ടാണ് ഞാൻ വന്നത്. സോപ്പ്, സ്പ്രേ, എല്ലാ സാധനവും. അതെല്ലാം ഇപ്പം 4-5 മാസമായില്ലേ, തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, ബോഡി ലോഷന്, സോപ്പ്, ബോഡി വാഷ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കണ്ടില്ലേ, എന്തെടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് ഞാൻ. പിന്നെ എന്ത് സാധനങ്ങൾ, ശങ്കരിക്കുള്ള എന്ത് സാധനങ്ങൾ കണ്ടാലും വാങ്ങിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കുറേ ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ നമ്മുടെ ഗിവ് അവേ ഫ്രണ്ടിനുള്ള ബാഗ്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഈ ബാഗ് എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നോക്കി വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. അങ്ങനെ ആ ബാഗൊക്കെ വാങ്ങിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നിടത്തെ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇച്ചിരി ക്യൂ ഒക്കെ നിന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ചിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കറി വെക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി, മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലെത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് എസ്ദാൻ മാൾ എന്ന് പറയുന്നൊരു മാളിലേക്ക് പോയി. കാരണം എൻ്റെ കമ്മൽ കൊണ്ടുവന്നങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് സാലറി 2 വട്ടമായിട്ടാണ് കിട്ടിയത് കൊണ്ട് എനിക്ക് സാലറി ഫുള്ളാണ് നാട്ടിലിടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കമ്മൽ വാങ്ങിച്ചു. ഇതാണ് കമ്മൽ. ഇത് പേളും ഡയമണ്ടും റൂബിയും കൂടി ചേർന്ന. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിങ്ങനെ ഇരുന്ന് ഊബറും ബുക്ക് ചെയ്ത്. നമ്മുടെ നാട്ടിലെ ഡയമണ്ട് കാർഡ് പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാർഡ്, എല്ലാ സ്റ്റോണിൻ്റെയും വെയിറ്റും കാര്യങ്ങളും എല്ലാം എഴുതി നമുക്ക് അവർ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഊബറൊക്കെ കിട്ടി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നി ഇത് കണ്ടപ്പം. അങ്ങനെ ഞങ്ങൾ ആ പോയിക്കൊണ്ടിരുന്നിടത്ത് ആ ഡ്രൈവറോട് പറഞ്ഞു, ഞങ്ങളെ ഇവിടെ ഇറക്കിയത് ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി നടന്ന്. ഞങ്ങൾ രാവിലെ തൊട്ടേ ഫുഡൊന്നും കഴിച്ചില്ല, കാരണം നോമ്പായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. അവിടെ നിന്നാണെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി കേട്ടോ. പിന്നെ ഒരു ചൂട് ചായ ഇട്ട് ആ സ്നാക്സും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കിച്ചണിലേക്ക് കയറി വൈകുന്നേരത്തേക്കുള്ളതൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ഓക്കെ, സീ.